നമ്മൾ ബ്രോഡ്വേയിലെത്തി. ഇപ്പോൾ അകത്തേക്ക് കയറാൻ പോവാ. ദാ നമ്മുടെ ബഡ്ഡി ഇവിടെ ഇരിക്കുന്നു. പോവാം. നീ എവിടെ തൂങ്ങിക്കിടക്കുന്നത്? പൊക്കോ. ഇതിൽ നടക്കാൻ പോലും വഴിയില്ല, എന്നിട്ടാണ് ഓട്ടോയും ബൈക്കും ഇല്ല ഇതിലെ കൂടെ കയറി വരുന്നത്. ഹലോ ഗൈസ്, ഇന്ന് നമ്മള് എങ്ങോട്ടാ പോകുന്നത്? ഇന്ന് നമ്മള് ബ്രോഡ്വേയിൽ പോവാണ് ക്രിസ്മസ് വൈറ്റ് ചെക്കിന് വേണ്ടി. വൈറ്റ് ചെക്ക് ഒന്നല്ല, നമുക്ക് അതന്നെ വൈറ്റ് ചെക്ക്. ക്രിസ്മസ് ബ്രോഡ്വേയിൽ എങ്ങനെയുണ്ട്, അവിടെ മറ്റേ ഡെക്കറേഷൻസ് എല്ലാ വർഷവും ഉണ്ടാവുമല്ലോ, ആ സാധനമൊക്കെ എന്തായാലും കുറേ ലാസ്റ്റ് ഇയർ നമ്മൾ പോയായിരുന്നു. ഈ വർഷം എന്തെങ്കിലും പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടോ? ബ്രോഡ്വേയിലെ ക്രിസ്മസിലെ വൈബ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പോയി കണ്ടിട്ട് വരാം. അതാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. പിന്നെ എന്തെങ്കിലും നമുക്ക് വാങ്ങാൻ തോന്നുന്നുണ്ടെങ്കിൽ, നമുക്ക് ക്രിസ്മസ് ഡെക്കറേഷൻസ് എന്തെങ്കിലും ഫ്ലൈറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. അതാണ് ഗൈസ് ഇന്നത്തെ പ്ലാൻ. യെസ്, പോവല്ലേ? നേരെ പോവാം. അവിടെ തിരക്കായി തുടങ്ങിയിട്ടുണ്ടാവും. ഓൾറെഡി വീക്കെൻഡ് ഒക്കെ ആവുന്നതുകൊണ്ട് നേരെ പോവാം. ഓക്കെ, പോവാം. പാലാരിവട്ടം എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ പണ്ട് വിവാദമായ പാലാരിവട്ടം പാലത്തിന്റെ താഴെ നമ്മൾ എത്തിയിട്ടുണ്ട്. രണ്ടുപേർക്ക് വിശക്കുന്നുണ്ട്. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് എടുക്കുമ്പോൾ ഒരു നല്ല ഷോപ്പുണ്ട്, ബേക്കറി പോലെ. അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് നേരെ പോകും. ഇപ്പോൾ അതിൻ്റെ അകത്ത് എവിടെയായിരുന്നു നമ്മൾ പോകുന്ന സ്ഥലം? ബ്രോഡ്വേന്റെ അകത്ത് ഇപ്പോഴേ തിരക്കായി തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ കുറച്ച് ലേറ്റ് ആയി. ആസ് യൂഷ്വൽ ഇവനങ്ങനെയാണല്ലോ, ഇവന് എന്ത് സ്ഥലത്ത് നേരത്തെ വിട്ടാലും ഇവർ ലേറ്റ് ആയിട്ട് പോവുള്ളൂ. ചായ കുടിച്ചിട്ട് പോവാതെ കണ്ടോ, ഇപ്പൊ വിശക്കുന്നതെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചായ എടുത്തിട്ടേ പോകുള്ളൂ. ഓക്കെ, വേഗം നമുക്ക് ചായക്കട കണ്ടുപിടിക്കാം. നമ്മളിവിടെ KR ബേക്കേഴ്സ് എത്തി. ഇവിടെ പാർക്കിങ്ങിലേക്ക് നമ്മൾ സ്കൂട്ടർ കയറ്റാൻ വേണ്ടി നിൽക്കുന്നു. നമുക്ക് അകത്ത് സീറ്റ് കിട്ടിയിട്ടില്ല, അപ്പം നമ്മൾ അതുകൊണ്ട് പുറത്തിരിക്കുന്നു. ഇവർ പുറത്ത് ഓർഡർ എടുക്കാൻ വരുമോ എന്നറിയില്ല, ഒന്ന് നോക്കണം, ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നില്ല വരുമോ. ആരും പുറത്ത് ആരും ഒന്നും കഴിക്കുന്ന പോലെ ഇല്ലല്ലോ, ഓർഡർ ചെയ്തിട്ടില്ല ആരും. അത് സീറ്റ് ഇട്ടിട്ടുണ്ട്. അകത്ത് കയറി ഓർഡർ ചെയ്തിട്ട് ചിലപ്പോൾ വരേണ്ടി വരും. അകത്തൊന്ന് കയറി നോക്കിയാലോ? അകത്ത് കയറി നോക്കാം. 2 കോഫി പറഞ്ഞു, എന്നിട്ടൊരു ഷവർമയും പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ചെറിയ വിശപ്പ് തുടങ്ങിയിട്ട്, അപ്പോൾ കുറച്ച് നേരം പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലും കഴിക്കാൻ വേണം. നമ്മൾ കോഫിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഗൈസ്. നമ്മുടെ ഷവർമ റോള് വന്നു. ഇനി കോഫിയും കൂടെ വന്നാൽ നമുക്ക് പരിപാടി തുടങ്ങാം. എലക്ഷൻ ന്യൂസ് റിസൾട്ടാ? ഇന്ന് എലക്ഷൻ റിസൾട്ട് വന്നു ഗൈസ്. സോ ഇന്ന് റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു. നമ്മുടെ ഏരിയയിൽ പാലച്ചോട് അവിടെ UDF ആണ് ജയിച്ചത്. അപ്പോൾ ഇവിടെ ഭയങ്കര റാലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കൊക്കെ ഉണ്ട്. നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ റോഡ് നല്ല തിരക്കുണ്ട്. ഇന്ന് എന്താ അവസ്ഥ നമുക്ക് നോക്കാം. നമ്മുടെ കോഫിയും വന്ന് ഗൈസ്. നമ്മുടെ ഈവനിങ് സ്നാക്കാണിത്. ഇനി രാത്രി നമുക്ക് വേറൊരു പ്ലാൻ ഉണ്ട് ഗൈസ്, അത് ഞങ്ങൾ പതിയെ അപ്ഡേറ്റ് ചെയ്യാം. എന്താ അതി പോവല്ലേ? നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞാൽ വേഗം പോയി. ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, നമുക്ക് സമയമില്ല, നമുക്ക് വേഗം പോവാം. നമ്മൾ ബ്രോഡ്വേയിലെത്തി. ഇപ്പോൾ അകത്തേക്ക് കയറാൻ പോവാ. നമ്മുടെ ബഡ്ഡി ഇവിടെ ഇരിക്കുന്നു. പോവാം, അകത്തേക്ക് കയറാം. അത്യാവശ്യം ഒരു ചെറിയ നല്ല തിരക്കുണ്ട് ഗൈസ്. കുറേ പേര് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതിലെ കൂടെ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്നു ഗൈസ്. നമുക്ക് കുറേ ലൈറ്റ്സ് ഒക്കെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അതി എന്താ വാങ്ങാൻ പോകുന്നത് നമ്മൾ? സ്റ്റാർ വേണോ? ഞാനില്ല നിൻ്റെ കൂടെ, പിന്നെന്തിനാ സ്റ്റാർ? സൂപ്പർ സ്റ്റാർ. ഓക്കെ, ഇത് ഇവിടെ കുറേ ലൈറ്റ്സിൻ്റെ ഷോപ്പാണ് ഗൈസ്. ഇവിടെ കുറേ സ്റ്റാർ ഉണ്ടല്ലോ. നേത്തറിൻ്റെ സ്റ്റാറോ? നമ്മൾ ബ്രോഡ്വേയിൻ്റെ വഴിയിൽ നമ്മൾ ഇറങ്ങി നടക്കുന്നുണ്ടായി ഗൈസ്. നമ്മൾ മേത്തർ സ്ട്രീറ്റിലേക്കാണ് പോകാൻ പോകുന്നത്. ആദ്യം അതിൻ്റെ അകത്തേക്ക് പോകുന്ന വഴിയാണിത്. കുറച്ചും കൂടെ ഫ്രണ്ടിൽ പോയിട്ട് റൈറ്റ് എടുക്കണം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വണ്ടിയൊക്കെ നല്ല തിരക്കുണ്ട്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്കും തിരക്കുണ്ട്. ഇതിൽ നടക്കാൻ പോലും വഴിയില്ല, എന്നിട്ടാണ് ഓട്ടോയും
ബൈക്കും ഇല്ല ഇതിലെ കൂടെ കയറി വരുന്നത്. നീ എവിടെ തൂങ്ങിക്കിടക്ക? നീ പൊക്കോ പൊക്കോ അവിടെ ആണോ? പൊക്കോ പൊക്കോ. ആണ് മേത്തർ ബസാർ. ഇതിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. കണ്ട ആൾക്കാർ ഇതിലെ കൂടെ ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ പോയിട്ട് ഇതിലെ കൂടെ തന്നെ ഇറങ്ങി വരണം. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ലൈനൊന്നും ഇല്ല. ഈ ലൈനിൽ കൂടെ പൊക്കോണം. നമ്മൾ ടൂറിലൊക്കെ പോകുമ്പോൾ സ്കൂൾ ടൂറൊക്കെ പോകും. കീപ്പ് ചെയ്ത് പോകുന്നവർ എങ്ങനെയാ പോവാം? ഇങ്ങനെ ഓരോ സാധനമായിട്ട് കണ്ടുകൊണ്ട് പോവാം. ഗൈസ് ഈ കണ്ണാടി വേണോ? അങ്ങോട്ട് പോയിട്ട് വരാം. എന്നിട്ട് വാങ്ങാം. അങ്ങോട്ട് പോയിട്ട് ഒന്ന് വാങ്ങാം. ജസ്റ്റ് ഒന്ന് എല്ലാം കണ്ടിട്ട് ഒന്ന് വരുമ്പോൾ വാങ്ങിയിട്ട് പോയേക്കാം. ഈ ഷോപ്പ് കണ്ടോ? ഫുള്ള് പച്ചപ്പ്. ഗൈസ് ഈ ഷോപ്പ് നല്ല രസമുണ്ട് കാണാൻ അല്ലേ? ഫുള്ള് ഒരു ഗ്രീനറി സെറ്റപ്പ്, ഒരു ക്രിസ്മസിൻ്റെ ഫീൽ വന്നു പോലെ. ഇതിൻ്റെ അകത്തൊന്ന് കയറിയാലോ? ബോയ്സ് ഒക്കെ ഉണ്ട്. കുറേ ക്രിസ്മസിൻ്റെ ടോയ്സ് എല്ലാം ഉണ്ട് ഇവിടെ. ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ഇഷ്ടംപോലെ നല്ല വെറൈറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഗൈസ് നമ്മൾ അത് കയ്യിലിടുന്ന ഒരു വള കണ്ടു. അത് നമ്മൾ എത്രയാണെന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. കറക്റ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഫുൾ ടൈപ്പ് ആക്കി ചെയ്യുക. എല്ലാം ടൈപ്പ് ആയിരിക്കും. സിസ്റ്റം എല്ലാം അങ്ങനെ തന്നെ. ഏതാ ആദ്യം കണ്ടതാണ് സെലക്ട് ചെയ്യാൻ ഓൺലൈനിൽ 250 രൂപയും ഓൺലൈനിൽ ചെയ്തു. ജിപേ ഓക്കെ. ഈ ലെങ്ത് ഉണ്ട്. ഇത് 4 മതിയാവും തോന്നില്ലേ? ആ ഇത് ഇത് ഒട്ടിക്കുന്നത് എങ്ങനെയാ? ഇത് ആ ബോള്, ചെറിയ ബോള് മതി. ഇതിൽ ചെറുതുണ്ടോ? ഏതാ? ആ ഇതാ ഇതോ? വൈറ്റ് കാണൂല. റെഡ് അല്ലെങ്കിൽ ബോള് മാത്രം തൂക്കിയിടാം. വേറെ എന്തെങ്കിലും തൂക്കിയിടാം? വേറെ എന്തെങ്കിലും തൂക്കിയിടാനുള്ളത്? ബെല്ല്, കുഞ്ഞ് സാൻഡാ? ആ അതെടുക്കാം. ഒരു കുഞ്ഞ് സാൻഡാനെ തൂക്കിടാം. എന്തിനാ? വലുത് വേണോ? ചെറുതിടുന്നതല്ലേ നല്ലത്? വലുത് വേണോ? ആ കുഞ്ഞ് അതിൽ ട്രീയിൽ നന്നായിട്ടുണ്ടാവും. ഗൈസ് ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മൾ ഈ ഷോപ്പ് ശ്രദ്ധിച്ചായിരുന്നു. ഈ വർഷം ഇത് ഇവിടെ ഉണ്ട്. കുറച്ച് ഇൻസ്റ്റാഗ്രാമബിൾ ഷോപ്പ് കാണാൻ നല്ല രസമാണ്. ഇതാണ് ഇവിടെ കുറേ കളക്ഷൻ ഉണ്ട് ടോയ്സിൻ്റെ, വെറൈറ്റി കളക്ഷൻസ്. ഏതാ ലൈറ്റോ? ആ സ്റ്റാർ വേണോ? ഇത് ഈ സ്റ്റാർ വേണോ? ഏതാ വേണ്ടത്? ഇവിടെ കുറച്ച് സ്റ്റാർ ഉണ്ട്. ഏത് വേണോ? ഒരു ലൈറ്റ്, ഒരു സ്റ്റാർ വാങ്ങിയിട്ടുണ്ട്. അടുത്തത് സീരിയൽ ലൈറ്റ് ബൾബ് വാങ്ങാൻ പോകുന്നു.
ഇത്. ഈ ലൈറ്റാണ് നമ്മൾ വാങ്ങുന്നത്. കുറേ ഡെക്കറേഷൻസ് ഉണ്ട്. നമ്മൾ കുറച്ച് നേത്ര ബസാറിൽ നിന്ന് നമ്മൾ ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാം. ഇനി ഇവിടെ നിന്നാൽ നമ്മൾ വയ്യേണ്ടത് നല്ല തിരക്കായി തുടങ്ങി. ഇനി അതിൻ്റെ അകത്തൊക്കെ ഭയങ്കര റഷാണ്. എത്തണം. ഇപ്പം തന്നെ നമ്മൾ കഷ്ടപ്പെട്ടാണ് എത്തിയത്. ആ ഇപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ചെറിയ ഷോപ്പിംഗ് ആണേ. നമുക്ക് ഒരു ട്രീ സെറ്റ് ചെയ്യാനുണ്ട്. ആ യെസ്, അത് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് പോവാം. നമ്മൾ എവിടെ നിന്ന് ഇറങ്ങുന്നത് ഗൈസ്? ആ നമുക്കിനി ഫുഡൊക്കെ കഴിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് പതിയെ കാണിക്കാം. എന്നാ പോവല്ലേ? എന്താ അജിത്തേട്ടന്റെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് ഒരാള് ഇരിക്കുന്നുണ്ട്. നമ്മളൊരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മീന്റെ അടുത്ത്. കുറച്ച് ലേറ്റ് ആയി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാന്ന് പറയാം. നമ്മുടെ കൂടെ ഒരാളും കൂടെ ജോയിൻ ചെയ്യുന്നു ഗൈസ്. ആരാന്ന് ഇപ്പൊ കാണിച്ചു തരാം. നമ്മളെ വെയിറ്റ് ചെയ്തത് പുറത്ത് ഇതാ വൈബ് അടിച്ചിരിക്കുന്നുണ്ട് ആള്. എന്നാ ഇവിടെ പരിപാടി? വൈബ് അടിച്ചിരിക്കുക. നല്ല കാറ്റും കൊണ്ട്. കാറ്റുണ്ടോ? കഴിക്കണ്ടേ? പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം. എന്നാ വാ പോവാ. നല്ല കാറ്റുണ്ട്. തണുപ്പുണ്ട്. ആ അവിടുത്തെ അത്ര ചൂടില്ല. നമ്മുടെ ഫ്ലാറ്റിൽ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ ഇട്ട് തുടങ്ങി ഗൈസ്. കുറേ ഫ്ലാറ്റിൽ ഇങ്ങനെ ഇട്ട് തുടങ്ങി. നമുക്കും നമ്മളിന്ന് വാങ്ങിയിട്ട് വന്നിട്ട് കുറച്ചൊക്കെ സെറ്റ് ചെയ്യാം. നമ്മൾ പതിയെ സെറ്റ് ചെയ്യാം. പോവാം. ചെടിയാ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഞാൻ അവിടെ ചെന്നിട്ട് കാണാം ബാക്കിയുള്ളത്. നമ്മൾ ഇൻഫോ പാർക്കിൻ്റെ എക്സ്പ്രസ് വേയിലാണിപ്പോൾ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് കഴിക്കാൻ? നടക്കാണ് ഗൈസ്. ആര്യാസിൻ്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആര്യാസിൻ്റെ ഇപ്പുറത്തുള്ള പാർക്കിംഗ് ഉണ്ട്. അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ നടക്കാണ് ഗൈസ് അങ്ങോട്ടേക്ക്. ഇനി അവിടെ പോയിട്ട് ആര്യാസിൽ പോയി കഴിക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. അതെന്താ കഴിക്കുന്നത്? ഗീ മസാല ദോശയാ? ചിത്ര നെയ് റോസ്റ്റ്, ഗീ റോസ്റ്റ്. മസാല ദോശ വേണ്ട. ഓക്കെ, ഞാൻ എന്താ കഴിക്കുക? പൊടി റോസ്റ്റ്. പൊടി റോസ്റ്റാ. ഞാൻ ഇഡ്ഡലി കഴിച്ചാലോ എന്ന് ആലോചിക്കുന്നത്. ഇഡ്ഡലിയോ? ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ഇഡ്ഡലി കഴിച്ചു. പക്ഷേ ഇവിടെ ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറില്ല. അതുകൊണ്ട് വേറെ വാങ്ങി കഴിക്കേണ്ടി വരും. നമുക്ക് ആദ്യം പൊടി റോസ്റ്റ് വാങ്ങിയിട്ട് പിന്നെ ഒരു 2 ഇഡ്ഡലിയും കൂടെ വാങ്ങിച്ച് കഴിച്ച് നമുക്ക് സെറ്റാക്കിയേക്കാം. നമ്മുടെ ദോശ വന്നിട്ടുണ്ട്. ഇത് ഗീ മസാല ദോശ, ഗീ റോസ്റ്റ് ആൻഡ് ഗീ പൊടി റോസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട് കേസ്. നമ്മളൊന്ന് കഴിക്കട്ടെ. നല്ല ഗീ ഉണ്ട്. നിൻ്റെ കുറച്ച് ഗീ അധികം പോലെ തോന്നുന്നുണ്ട്. ഞങ്ങളെല്ലാം ഗീയാ പറഞ്ഞത്. ഇത് ഗീയാ. ഇത് ഗീ റോസ്റ്റ്. അതുകൊണ്ട് അത് ഗീ റോസ്റ്റ്. ഇത് ഗീ പൊടി റോസ്റ്റ്. നമ്മുടെ 2 പേരുടെയും പ്ലേറ്റ് കാലിയായി. ഒരാൾ മാത്രം കുറേ നേരമായിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അതും കഴിഞ്ഞ് അടുത്തൊരു പൂരി സെറ്റും പറഞ്ഞിട്ടുണ്ട്. ഇതെനിക്കല്ല, അമ്മയ്ക്കാണ്. അമ്മയാണ് കഴിക്കാൻ പോകുന്നത് പൂരി. ഇതങ്ങനെ കറി എടുത്തോ. പോവാം. നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി ഗൈസ്. ഐഎസിന് പോകോ. ഇപ്പോൾ പാർക്കിംഗ് ആയല്ലോ. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഒരു സ്പേസ് പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ നല്ല ഇഷ്ടം പോലെ സ്പേസ്. നമ്മൾ അവിടെ കൊണ്ട് വണ്ടി ഇട്ട് ഇനി വണ്ടി എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകണം ഗൈസ്. കുറച്ച് നടക്കുന്നത് നല്ലതല്ലേ? പോവല്ലേ? ഫുഡ് അതെ, ഫുഡ് കഴിച്ചാൽ കുറച്ച് നടക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുറച്ച് അങ്ങോട്ടേക്ക് നടക്കാം. നടക്കാൻ നല്ലതായിരിക്കും അല്ലേ? ഭയങ്കര സ്മെല്ലില്ലേ? ബാഡ് സ്മെല്ലല്ലേ ഇവിടെ? അതെ, വേസ്റ്റ് ഡ്രെയിനേജ് പോലെ വെള്ളം പോകുന്ന, വേസ്റ്റ് വെള്ളം പോകുന്ന അതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ഭയങ്കര സ്മെല്ല്.
അതും കൂടെ മാറിക്കഴിഞ്ഞാൽ ഈ മറ്റേ പണ്ട് ഈ പാത്ത് വേ നല്ലായിരുന്നു. ഇപ്പോൾ ഈ പണി നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ആ അപ്പോൾ പതിയെ ഇതൊക്കെ സെറ്റ് ചെയ്യും, അപ്പോൾ എല്ലാം ശരിയാവും. ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഥം പോകുകയാണ്. യെസ്, എല്ലാം കഴിഞ്ഞു ഗൈസ്. ഇനി ഇവന്റെ ഫ്ലാറ്റിൽ ആ വാങ്ങിയ ഡെക്കോറൊന്ന് നമുക്ക് ഫിക്സ് ചെയ്ത് സെറ്റ് ചെയ്യാനുണ്ട്. അതെ, അത് മോസ്റ്റ്ലി നാളെയോ മറ്റന്നാളോ എപ്പോഴേലും സമയം കിട്ടുന്നതല്ലേ നമ്മൾ ഒരു ദിവസം ചെയ്യാം. അത് നമ്മൾ അടുത്ത വ്ളോഗിൽ കാണിക്കാം അല്ലേ? അപ്പം അതാണ് ഗൈസ് ഇന്നത്തെ ഫുൾ ഡേ നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കുക. നീ ഫ്ലാറ്റിൽ പോകുന്നില്ലേ? ഓക്കെ ഗൈസ്, നമ്മളെ ക്രിസ്മസ് ട്രീ നമ്മൾ സെറ്റ് ചെയ്തു. അവിടെ നിന്ന് ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങിയിട്ട് വന്ന സാധനങ്ങളെല്ലാം കൊണ്ട് നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തു ഗൈസ്. സോ എന്തായാലും അത് സെറ്റ് ചെയ്യുന്ന സാധനം ഒന്നും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് ലൈറ്റ് കുറവായിരുന്നു. സോ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, അത് ഞാൻ ഇപ്പോൾ കാണിച്ചില്ല. നമ്മൾ ഇവിടുത്തെ ബാൽക്കണി, എൻ്റെ റൂമിലെ ബാൽക്കണിയിലാണ് സെറ്റ് ചെയ്തത്. സോ ഇപ്പം കാണിച്ചില്ല, ലൈറ്റൊക്കെ ഒന്ന് ഓണാക്കട്ടെ. ഇതാണ് ഗൈസ് നമ്മളെ ക്രിസ്മസ് ട്രീയും ഈ സീരിയൽ ലൈറ്റും സ്റ്റാർ എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. സോ ഇതാണ് ക്രിസ്മസ് ട്രീയിലെ ഫൈനൽ ലുക്ക്. ചെറിയൊരു ട്രീ പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇനി ഫർദർ എന്തെങ്കിലും ഇതിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത വ്ളോഗിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ ഇതാണ് ഗൈസ് സ്റ്റാർ ആൻഡ് ക്രിസ്മസ് ട്രീ. ഈ സ്റ്റാർ നമ്മൾ മുകളിൽ തൂക്കിയിടാന്ന് ഓർത്ത്, പക്ഷെ അവിടെയൊക്കെ നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് അലമ്പാക്കേണ്ടി വരും. സോ അത്ര അലമ്പാക്കേണ്ടെന്ന് ഓർത്ത് ജസ്റ്റ് ഇപ്പോൾ ഒരു നോർമൽ സെറ്റപ്പിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ഗൈസ് ക്രിസ്മസ് ട്രീ. സോ ഇത് നമ്മൾ സെറ്റ് ചെയ്തത്, ഇത് നമ്മൾ വാളിൽ ഒട്ടിക്കുന്ന പോലെ ഈ വാൾ സ്റ്റിക്കേഴ്സ് കിട്ടും. സോറി, വാൾ സ്റ്റിക്കറാണ് ഇത്, വാൾ ഹുക്സ്. ഓക്കെ, ആ ഹുക്ക് നമ്മൾ കുറേ ഇങ്ങനെ ട്രീ പോലെ സെറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ട്രീ വെക്കാന്ന് ഓർത്തു, പക്ഷേ ഈ ട്രീ നമ്മൾ വെക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ട്രീ വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇത് നമ്മൾ വേറൊരു സ്ഥലത്ത് മാറ്റി വെക്കണം ക്രിസ്മസ് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് പൊടി പിടിക്കാണ്ട് അത് കൊണ്ട് നടക്കണം, അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ്. സോ അതുകൊണ്ട് നമ്മൾ ഈ വാൾ സ്റ്റിക്കർ വെച്ചിട്ട് നമ്മൾ വാളിൽ ഇങ്ങനെ ട്രീ പോലെ സെറ്റ് ചെയ്യാൻ നോക്കുക. അതാണ് ഗൈസ് ഈ വർഷം നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തത്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ബോൾ തൂക്കിയിട്ടുണ്ട്. സ്റ്റാർ മുകളിൽ ടോപ്പിൽ വെച്ചു. വേറൊരു സ്റ്റാറും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാർ ഇവിടെ വെക്കാൻ പറ്റിയില്ല, അത് കുറച്ചും കൂടെ വലിയ സ്റ്റാറാണ്, അത് കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. സോ ബോൾ ഇങ്ങനെ തൂക്കി, എല്ലാ സൈഡിലും ബോൾ തൂക്കി, എന്നിട്ട് അതാ നമ്മുടെ ബേൾസ് എല്ലാം തൂക്കിയിട്ട് ഗൈസ് നമ്മളെ കുട്ടി സാൻഡ, ചെറിയ സാൻഡ എല്ലാ സൈഡും നമ്മൾ തൂക്കിയിട്ട് ചെറിയൊരു ഡെക്കറേഷൻ വെച്ചിട്ട് ഒരു ചെറിയൊരു ട്രീ ആണ് നമ്മൾ ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്തത്. സോ നെക്സ്റ്റ് ഇയർ എന്തെങ്കിലും വലിയ ട്രീ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് പതിയെ ചെയ്യാം. സോ ഈ വർഷം ഇതാണ് ഗൈസ് നമ്മുടെ ക്രിസ്മസ് ട്രീ. ഇനി താഴെ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വെച്ച് സെറ്റ് ആക്കണം, അത് പതിയെ ചെയ്യുവാണെങ്കിൽ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ചെയ്യുന്നില്ലെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാവും. പുൽക്കൂട് വെക്കാന്നൊക്കെ ഓർത്തു, പക്ഷെ അതിന് കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതിനുള്ള കുറച്ച് സമയം കുറവായതുകൊണ്ട് നെക്സ്റ്റ് എപ്പോഴേലും സമയം കിട്ടുമ്പോൾ ചെയ്യാന്ന് ഓർത്തു ഗൈസ്. സോ ഇതാണ് ഗൈസ് ക്രിസ്മസ് ട്രീ. ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. സോ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ ബൈ.